ക്ലാഹഡോറിനെ കണ്ട് അവന്റെ പൈററ്റ്സ് പേടിച്ച് മുട്ട് വരച്ചു നിൽക്കുമ്പോൾ എന്ന് മുതലാ ജാങ്കോ ഈ ബ്ലാക്ക് കാറ്റ്സ് പൈററ്റ് ഇതുപോലെ പരാജയപ്പെട്ട് വീണ് തുടങ്ങിയത്? നിങ്ങളൊക്കെ എന്ന് മുതലാ ഇതുപോലെ പരാജയങ്ങളായി തുടങ്ങിയത്? ഏൽപ്പിച്ച പണി അത് മര്യാദയ്ക്ക് ചെയ്യണം എന്നൊക്കെ പറഞ്ഞ് ക്ലാഹഡോർ ദേഷ്യപ്പെടുന്നതിന്റെ കൂട്ടത്തില് അവരെ അങ്ങ് നിർത്തി അപമാനിക്കും. ഇത്രയൊക്കെ ക്ലാഹഡോറിൽ നിന്ന് കേട്ട മ്യൂമൻ ബ്രദേഴ്സ് പ്രതികരിച്ചു, ഇതൊക്കെ പറയാൻ നീ ആരടാ? ഇത്രയും നാൾ ഒരു പണി എടുക്കാതെ നീ ഈ വില്ലേജിൽ സുഖിച്ച് ജീവിച്ചു, അതിനു പകരം ഞങ്ങളോ എത്ര യുദ്ധങ്ങൾ ചെയ്തു, അതൊന്നും നീ അറിഞ്ഞിട്ടില്ല. ഈ 3 വർഷം ഒന്നും ചെയ്യാതിരുന്ന നിനക്ക് ഞങ്ങളെ ഒന്ന് തൊടാൻ പോലും കഴിയില്ല എന്ന് പറഞ്ഞ് മ്യൂമൻ ബ്രദേഴ്സ് ക്ലാഹഡോറിനെ അറ്റാക്ക് ചെയ്യാൻ വേണ്ടി ഓടിച്ചെന്നു. അങ്ങനെ രണ്ടുപേരും ക്ലാഹഡോറിനെ പിച്ച് ചീന്തി. പക്ഷെ നിമിഷങ്ങൾ കഴിഞ്ഞപ്പോഴാണ് അവർക്ക് മനസ്സിലായത് അത് ക്ലാഹഡോർ അല്ല, അവന്റെ ബാഗാണെന്ന്. ക്ലാഹഡോർ അത്രയും ചുരുങ്ങിയ സമയം കൊണ്ട് അവന്റെ ബാഗ് അവിടെ വെച്ച് അവരുടെ പുറകിലേക്ക് വന്നു. ഇതൊക്കെ സോറോ അത്ഭുതത്തോടെയാണ് നോക്കിക്കൊണ്ടിരിക്കുന്നത്. എന്നിട്ട് ക്ലാഹഡോർ അവരുടെ കഴുത്തിൽ കത്തി വെച്ചിട്ട് പറയും, 5 മിനിറ്റ് കൊണ്ട് ഇവിടെയുള്ള പ്രശ്നങ്ങളൊക്കെ നിങ്ങൾ ഒതുക്കി തീർക്കണം, അല്ലെങ്കിൽ ഇവിടെയുള്ള ഒരെണ്ണത്തിനെ വിടാതെ ഞാൻ കൊല്ലും. ക്ലാഹഡോർ പറഞ്ഞത് കേട്ട് മ്യൂമൻ ബ്രദേഴ്സ് പേടിച്ച് സോറോയെ കൊല്ലാൻ വേണ്ടി ഓടിച്ചെല്ലുന്നു. അവരെ തടുക്കാൻ വേണ്ടി സോറോയും തയ്യാറായി നിന്നു. ഇപ്പൊ ജാങ്കോയുടെ പുറകിലുണ്ടായിരുന്ന നാമി പെട്ടെന്ന് എഴുന്നേറ്റ് സോറോയുടെ വാൾ അവനെ തട്ടി എറിഞ്ഞു കൊടുക്കുന്നു. വാള് കയ്യിൽ കിട്ടിയ സോറോ മ്യൂമൻ ബ്രദേഴ്സിനെ ഒറ്റ വെട്ടിനെ പരാജയപ്പെടുത്തി. അങ്ങനെ വെട്ടുകൊണ്ട് പരാജയപ്പെട്ട ബുച്ചി ജാങ്കോയുടെ കാല് പിടിച്ചു പറഞ്ഞു അവനൊന്ന് ഹിപ്നോട്ടൈസ് ചെയ്യാൻ. അങ്ങനെ ജാങ്കോ ബുച്ചിയെ ഹിപ്നോട്ടൈസ് ചെയ്യാൻ തുടങ്ങി. അത് കാണുന്ന സോറോ പേടിച്ചു. കാരണം ഒരു ഹിപ്നോട്ടൈസും ഇല്ലാതെയാണ് ബുച്ചി നേരത്തെ അത്ര പരാക്രമമൊക്കെ കാണിച്ചു കൂട്ടിയത്. ഇനിയിപ്പോ ഹിപ്നോട്ടൈസ് ചെയ്ത് കഴിഞ്ഞാൽ എന്താ നടക്കാൻ പോവെന്ന് സോറോയ്ക്ക് നല്ലതുപോലെ അറിയാം. കാര്യങ്ങൾ ഇങ്ങനെയൊക്കെയാണെങ്കിലും അടുത്തൊരു ഫൈറ്റിന് വേണ്ടി സോറോ റെഡിയായി നിന്നു. അതാണ് നമ്മുടെ സോറോ. ഇതേ സമയത്ത് ഉറങ്ങിക്കിടക്കുന്ന ലൂഫിയെ എഴുന്നേൽപ്പിക്കാൻ വേണ്ടി നാമി ഓടിപ്പോകുന്നു. ഇത് കണ്ട് ജാങ്കോ അവന്റെ ആയുധമായിട്ടുള്ള റിംഗ് എടുത്ത് നാമിക്ക് നേരെ എറിയുന്നു. നാമി ലൂഫിയെ ചവിട്ടി എഴുന്നേൽപ്പിക്കുമ്പോൾ ലൂഫി എഴുന്നേറ്റതിന്റെ കൂട്ടത്തിൽ നാമി നിലത്തേക്ക് വീഴുന്നു. പക്ഷെ ജാങ്കോ എറിഞ്ഞ ആ ബ്ലേഡ് അത് ലൂഫിയുടെ വായിലേക്കാണ് വന്ന് കയറിയത്. ആ റിംഗ് വന്നുകൊണ്ടതും ലൂഫിയുടെ വായിലൊരു ചെറിയ മുറിവുണ്ടായി. ആ ദേഷ്യത്തില് ലൂഫി അത് കടിച്ചങ്ങ് പൊട്ടിച്ചു. എടി നാമി, നീ എന്തിനാടി ഇത് എന്നോട് ചെയ്തത് എന്നൊക്കെ ലൂഫി ഇങ്ങനെ ദേഷ്യത്തോടെ ചോദിക്കുമ്പോഴാണ് നാമിയുടെ തോളത്ത് പറ്റിയ ആ മുറിവ് അവൻ കാണുന്നത്. നാമി, ഇതെന്ത് പറ്റി? നിനക്ക് മുറിവായോ? വേദനയൊക്കെ ഉണ്ടോ എന്ന് ലൂഫി നാമിയോട് ചോദിക്കുമ്പോൾ നാമി പറയും, ഇല്ല, പ്രശ്നമൊന്നുമില്ല, ഇത് അത്ര വലിയ മുറിവൊന്നുമല്ല, പിന്നെ എനിക്ക് ചെയ്യാൻ കഴിയുന്നതിന്റെ പരമാവധി ഞാൻ ചെയ്തു, ഇനി എല്ലാം നിന്റെ കയ്യിലാണ്, എന്ത് വില കൊടുത്തും ഈ യുദ്ധം നമ്മൾ ജയിക്കണം. 1 മിനിറ്റ്. ക്ലാഹഡോർ അപ്പോഴും അവന്റെ ആ കൗണ്ടിങ് ചെയ്യുന്നുണ്ട്. ഈ ഒരു സമയത്താണ് കായ ക്ലാഹഡോറിന്റെ പുറകിലൂടെ ഓടി വന്നത്. പക്ഷെ ആരോ തന്നെ പുറകിലൂടെ അറ്റാക്ക് ചെയ്യാൻ വരുവാണെന്ന് കരുതിയ ക്ലാഹഡോർ കായയെ അറ്റാക്ക് ചെയ്യാൻ ഒരുങ്ങി. ഇതെല്ലാം കണ്ടുകൊണ്ടിരുന്ന ഊസോപ്പ് തന്റെ ജീവൻ പണയം വെച്ച് കായ രക്ഷിക്കുന്നു. ഊസോപ്പ്, നിങ്ങൾ എന്നോട് ക്ഷമിക്കണം, സത്യം അറിയാതെ ഞാൻ നിങ്ങളെ കുറെ തള്ളി പറഞ്ഞു, എന്നിട്ടും നിങ്ങൾ എന്നെ സഹായിക്കുന്നു. മിസ് കായ, നിങ്ങൾ എന്താ ഇവിടെ? ഇത് നിങ്ങൾ വരേണ്ട ഒരു സ്ഥലമല്ല എന്ന് ക്ലാഹഡോർ ഒന്നും അറിയാത്തതുപോലെ പറയുമ്പോ, നിർത്ത് ക്ലാഹഡോർ, നിങ്ങളുടെ എല്ലാ കളത്തിലും ഇവിടെ വെച്ച് നിർത്ത്. എന്നോട് മേരി നടന്ന എല്ലാ സത്യവും പറഞ്ഞു. നിങ്ങൾക്ക് എന്താണ് വേണ്ടത്? എന്റെ സ്വത്താണോ? എങ്കിൽ അതെടുത്തിട്ട് ഈ വില്ലേജ് വിട്ട് ഇപ്പോൾ നിങ്ങൾ ഇവിടുന്ന് പോകണം. അത് കേട്ട് ക്ലാഹഡോർ ഒന്ന് ചിരിച്ചിട്ട് പറയും, മിസ് കായ, എനിക്കത് വേണം, പക്ഷേ അതിനേക്കാളൊക്കെ ഏറെ വലുതൊന്നുണ്ട്, സമാധാനം. അതും കൂടെ എനിക്ക് വേണം. കഴിഞ്ഞ 3 വർഷം കൊണ്ട് ഞാൻ ഇവിടുത്തെ ആൾക്കാരുടെ വിശ്വാസം പിടിച്ചുപറ്റി. അതിൽ നിന്ന് തന്നെ എനിക്ക് കിട്ടുന്നൊരു സമാധാനമുണ്ട്. അതാണ് എനിക്ക് വേണ്ടത്. പിന്നെ നിന്റെ സ്വത്ത് മുഴുവൻ എനിക്ക് കിട്ടുകയും ചെയ്യും, നീ മരിക്കുകയും ചെയ്യും. ഇതൊക്കെ കേട്ട് കഴിഞ്ഞതിന് ശേഷം കായ അവളുടെ ഡ്രസ്സിന്റെ ഉള്ളിൽ നിന്ന് ഒരു തോക്കെടുത്ത് അത് ക്ലാഹഡോർ നേരെ ചൂണ്ടു. ക്ലാഹഡോർ, നിങ്ങൾ ഈ വില്ലേജിൽ നിൽക്കാൻ പാടില്ല, എന്നേക്കുമായിട്ട് ഇവിടെ നിന്ന് പോകണം എന്ന് കായ പറയുമ്പോ പെട്ടെന്ന് ക്ലാഹഡോറിന്റെ മട്ടും ഭാവമൊക്കെ മാറി. മിസ് കായ, അപ്പൊ കാര്യങ്ങളൊക്കെ അങ്ങനെയാണല്ലേ? നിങ്ങൾ എന്റെ നേർക്ക് തോക്ക് ചൂണ്ടി. കഴിഞ്ഞ 3 വർഷമായിട്ട് നമ്മൾ ഒപ്പമായിരുന്നു. എന്റെ ഒരു മാസ്റ്റർ എന്നതിലുപരി നിങ്ങൾ എന്റെ ഒരു ഫ്രണ്ട് ആയിരുന്നു. നമ്മൾ ഒപ്പം നടന്നു, ചിരിച്ചു, സംസാരിച്ചു. നിങ്ങൾക്കൊരു പനി വന്നാ ഞാനുണ്ടായിരുന്നു, നിങ്ങൾക്ക് ഷോപ്പിങ്ങിന് പോകണമെങ്കിൽ ഞാനുണ്ടായിരുന്നു. അങ്ങനെ എത്ര നല്ല ഓർമ്മകൾ നമുക്കിടയിൽ ഉണ്ടായിരുന്നു. ഇങ്ങനെയൊക്കെ സെന്റിമെന്റ്സ് പറഞ്ഞ അവസാനം ക്ലാഹഡോറിന്റെ സംസാരത്തിന്റെ ടോണ് മാറി. കായയുടെ കയ്യിലുള്ള ആ തോക്കിലേക്ക് പിടിച്ചു. ഇത്രയൊക്കെ ഞാൻ ചെയ്തത് നിന്നെ ഒരു ദിവസം കൊല്ലാൻ കഴിയുമെന്ന സന്തോഷം കൊണ്ടാണ് എന്ന് പറഞ്ഞ് ക്ലാഹഡോർ കായയുടെ കയ്യിലുള്ള ആ തോക്ക് നിലത്തേക്ക് ഇട്ടു. ഇതൊക്കെ കൂടി ആയപ്പോഴേക്കും കായ പൊട്ടിക്കരയാൻ തുടങ്ങി. പെട്ടെന്ന് ഊസോപ്പ് നിലത്തേക്ക് വീണ ആ തോക്കെടുത്ത് ക്ലാഹഡോറിനെ ഷൂട്ട് ചെയ്തു. പക്ഷേ ക്ലാഹഡോർ അവന്റെ സ്പെഷ്യൽ ടെക്നിക് ഉപയോഗിച്ച് ഗൺ ഷോട്ടിൽ നിന്ന് മാറിക്കളഞ്ഞു. ഊസോപ്പ്, നിനക്ക് ഓർമ്മയുണ്ടോ നീ എന്നെ തല്ലിയത്? അത് ഇന്നൊരു വേദനയായിട്ട് എന്റെ നെഞ്ചിലുണ്ട്. അതിന്റെ റിവെഞ്ച് ഞാൻ ഇന്ന് തീർക്കും എന്ന് പറഞ്ഞ് ക്ലാഹഡോർ ഊസോപ്പിന്റെ കഴുത്തിൽ കത്തിവെച്ചു. പെട്ടെന്നാണ് ദൂരത്ത് നിന്ന് ഒരു കൈ വന്ന് ക്ലാഹഡോറിനെ ഒറ്റ പഞ്ചിന് തെറിപ്പിച്ചു കളഞ്ഞത്. ആ കൈ മറ്റാരുടേതല്ല, അത് നമ്മുടെ ലൂഫിയുടേതാണ്. എന്താ നീ പറഞ്ഞേ, നിനക്ക് അടി കിട്ടുന്നത് വെറുപ്പാണെന്നോ? അങ്ങനെയാണെങ്കിൽ ഒരു 100 പഞ്ച് നിനക്ക് വേണ്ടി എന്റെ കയ്യിലുണ്ട്. കിട്ടിക്കിടക്കുന്ന ക്ലാഹഡോറിനെ ഊസോപ്പ് പൈററ്റ്സിലെ 3 സോൾജേഴ്സ് വന്ന് അടിച്ച് തകർക്കും. എടാ ബട്ട്ലറെ, നിന്റെ കഥ കഴിഞ്ഞടാ, ഞങ്ങളുടെ വില്ലേജ് വിട്ടുപോടാ, നിനക്കുള്ള ശിക്ഷ ഇതാണ് എന്നൊക്കെ ആ 3 സോൾജേഴ്സ് പറയുന്നുണ്ട്. ഇതൊക്കെ കണ്ടുകൊണ്ട് നിൽക്കുന്നവരെ പേടിച്ചു വരയ്ക്കുന്നുണ്ട്. ഊസോപ്പിനും അറിയാം ഇതിന്റെ സീരിയസ്നെസ് എന്താന്ന്. പക്ഷെ ആരും പ്രതീക്ഷിക്കാതെ ക്ലാഹഡോർ പെട്ടെന്ന് എഴുന്നേറ്റു. ആ കുട്ടികൾ ഇപ്പോ പേടിച്ചു വരയ്ക്കുന്നുണ്ട്. പക്ഷെ ക്ലാഹഡോർ ആ കുട്ടികളെ ഒന്നും ചെയ്തില്ല, പകരം ഊസോപ്പിനെ ചവിട്ടി തെറിപ്പിച്ചു. നീ തന്ന അടി എനിക്ക് വേദനിച്ചു, അതുപോലെ നിന്റെ ടെക്നിക്കും. സത്യം പറ, നീ ഒരു ഡെവിൾ ഫ്രൂട്ട് യൂസർ അല്ലേ? അതെ, ഞാൻ റബ്ബർ
റബ്ബർ മനുഷ്യനാണ് എന്ന് ലൂഫി പറയുന്നു. ഇത് കേൾക്കുമ്പോൾ എല്ലാവർക്കും പേടിയാവാണ്. ജാങ്കോ, ഞാൻ ആ പയ്യനെ നോക്കിക്കോളാം, അതുപോലെ നമ്മുടെ പ്ലാൻ അനുസരിച്ച് നീ മിസ് കായയെ നോക്കൂ എന്നിങ്ങനെ ക്ലാഹഡോർ ജാങ്കോയോട് പറയുന്നത് കേൾക്കുമ്പോൾ ഊസോപ്പ് ആ കുട്ടികളോട് പറയും മിസ് കായയെ ഇവിടുന്ന് കൊണ്ടുപോകും. അതനുസരിച്ച് ആ കുട്ടികൾ കായയെ എവിടുന്ന് കൊണ്ടുപോകുന്നു. അത് കണ്ട് ജാങ്കോ അവരുടെ പുറകെ പോകാൻ നിൽക്കുമ്പോൾ സോറോ പറയും അവിടെ നിൽക്ക്, ആദ്യം നീ എന്നെ തോൽപ്പിച്ചതിന് ശേഷം അവരുടെ പുറകെ പോയാൽ മതി. പക്ഷേ ഹിപ്നോട്ടൈസ് ആയി നിൽക്കുന്ന ബുച്ചി വന്ന് സോറോ നിൽക്കുന്ന ഭാഗം ചവിട്ടിപ്പൊളിക്കും. അതോടെ അവിടെ ഒരു മിനി ഭൂകമ്പം തന്നെ നടക്കുകയാണ്. എന്നിട്ട് ബുച്ചി ചാടി വന്ന് സോറോയുടെ കൂടെ ഫൈറ്റ് ചെയ്യാൻ തുടങ്ങി. ഈ സമയത്ത് ജാങ്കോ കായ പിടിക്കാൻ വേണ്ടി പോകുന്നത് കാണുമ്പോൾ ഊസോപ്പ് ജാങ്കോയുടെ പുറത്തിനിട്ട് സ്ലിംഗ് ഷോട്ട് വെച്ച് ഷൂട്ട് ചെയ്തു. ഇതിൽ വേദനയാവുന്ന ജാങ്കോ ഊസോപ്പിനെ അറ്റാക്ക് ചെയ്യാൻ വേണ്ടി പോകുമ്പോൾ ക്ലാഹഡോർ ജാങ്കോയോട് പറയും നീ ഇത് നോക്കണ്ട, മര്യാദയ്ക്ക് ആ പെണ്ണിനെ പോയി പിടിക്കുക. അങ്ങനെ ജാങ്കോ അവരുടെ പിന്നാലെ പോകുന്നു. ഇപ്പൊ സോറോയും ബുച്ചിയും ഫൈറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും നല്ലതുപോലെ ഫൈറ്റ് ചെയ്യുന്നുണ്ട്. അതിന്റെ അവസാനം സോറോ ബുച്ചിയെ തള്ളിയിട്ടതിനു ശേഷം അവന്റെ 3 സോഡ് സ്റ്റൈലും കൊണ്ട് ബുച്ചിയുടെ നെഞ്ച് വെട്ടിപ്പിളർന്നു. ഇതൊക്കെ കണ്ട് ദേഷ്യം പിടിച്ചു നിൽക്കുന്ന ഊസോപ്പ് അവന് കഴിയുന്ന വിധം എഴുന്നേറ്റ് നിന്ന് ക്ലാഹഡോറിനെ ചീത്ത വിളിച്ച് നിലത്തേക്ക് വീണു. ഇത് കണ്ടുകൊണ്ട് ക്ലാഹഡോർ പൊട്ടിച്ചിരിച്ചു പറയും നീ അവിടെ കിടക്കുന്ന തന്നെയാണ് നല്ലത്, ഇനി നീ ജാങ്കോയെ പിടിക്കാൻ പോയാ അവൻ നിന്നെ അടിച്ച് പരത്തും. അതിന് ഊസോപ്പ് പറയും അതെന്തായാലും എനിക്ക് പ്രശ്നമില്ല, ഇനി എന്തൊക്കെ വന്നാലും എന്റെ വില്ലേജിനെ ഞാൻ പ്രൊട്ടക്ട് ചെയ്യും, നിന്റെ ഒരു വിരൽ പോലും എന്റെ വില്ലേജേഴ്സിന്റെ ദേഹത്താവാൻ ഞാൻ സമ്മതിക്കില്ല എന്ന് പറഞ്ഞ് ഊസോപ്പ് കരയുമ്പോൾ താഴെ നിൽക്കുന്ന എല്ലാവരും ഇത് കേട്ട് പൊട്ടിച്ചിരിക്കും. പക്ഷെ പെട്ടെന്ന് വലിയൊരു പാറക്കല്ല് വന്ന് അവർക്ക് നേരെ വീഴുന്നു. അത് ചെയ്തത് ലൂഫിയാണ്. ഇതിന് ഇത്രമാത്രം എന്തിനാണ് നിങ്ങൾ ചിരിക്കുന്നത് എന്ന് ലൂഫി അവരോട് ചോദിക്കുന്നു. ഇപ്പൊ വീണ് കിടക്കുന്ന ഊസോപ്പിനെ എടുത്ത് സോറോ ജാങ്കോയെ പിടിക്കാൻ വേണ്ടി പോകുന്നത് കാണുന്ന ക്ലാഹഡോർ അവിടെ നിൽക്ക്, നിങ്ങൾക്കാരാ ഇവിടുന്ന് പോവാൻ പെർമിഷൻ തന്നത്? ഞാനാടാ പെർമിഷൻ കൊടുത്തേ. സോറോ, ഊസോപ്പ് വേഗം ഇവിടുന്ന് പോ. അങ്ങനെ ലൂഫിയും ക്ലാഹഡോറും തമ്മിൽ ഫൈറ്റ് ആയി. ലൂഫി അടിക്കുന്ന ഒരു പഞ്ചും ക്ലാഹഡോറിനിട്ട് കൊള്ളുന്നില്ല. അതിന് കാരണം ക്ലാഹഡോറിന് ഇപ്പൊ എല്ലാത്തിനെ പറ്റി നല്ല ബോധ്യമുണ്ട്. ലൂഫി ഡബിൾ ഫ്രൂട്ട് യൂസർ ആണ്, അതുപോലെ ലൂഫിയുടെ സ്ട്രെങ്ത് എന്താണെന്ന് അറിയാം, അവന്റെ പവർ എന്താണെന്ന് അറിയാം. അങ്ങനെയല്ല, പിന്നീട് അങ്ങോട്ട് ക്ലാഹഡോർ ലൂഫിയെ അടിക്കാൻ തുടങ്ങി. അതിന്റെ അവസാനം ക്ലാഹഡോർ ലൂഫി അടിച്ച് താഴെയിട്ടു. ഇതൊക്കെ കണ്ടു നിൽക്കുന്ന ക്ലാഹഡോറിന്റെ പൈററ്റ്സ് ആ ഡബിൾ ഫ്രൂട്ട് യൂസ് ചെയ്യുന്ന ആ പയ്യന് ചിന്തിക്കാൻ കഴിയാത്തത്ര പവർ ഉണ്ട്. അപ്പൊ അവനെ അടിച്ചിടണമെങ്കിൽ നമ്മുടെ ക്യാപ്റ്റൻ കൂറോയ്ക്ക് എത്ര പവർ ഉണ്ടായിരിക്കും? ക്യാപ്റ്റൻ കൂറോ കി ജയ്, ഹുറേ ഹുറേ. മിണ്ടാതിരിക്കണം മണ്ടന്മാരെ. ക്യാപ്റ്റൻ കൂറോ എന്ന പേര് മാറ്റി സുഖമായിട്ട് ജീവിക്കാൻ വേണ്ടിയാണ് ഇത്രയൊക്കെ ഞാൻ പ്ലാൻ ചെയ്തത്. ഇത്രയും നാളും മറൈൻസും ബൗണ്ടി ഹണ്ടേഴ്സും എന്നെ ഇട്ട് കഷ്ടപ്പെടുത്തുമായിരുന്നു. അതിൽ നിന്നൊരു മോചനം എനിക്ക് ഇപ്പൊ വേണം. അങ്ങനെ ഇപ്പോഴാണ് ക്യാപ്റ്റൻ കൂറോ ക്ലാഹഡോറായ ആ പാസ്റ്റ് കാണിക്കുക. മുന്നേ നേവി അവരെ അറ്റാക്ക് ചെയ്ത സമയത്താണ് ക്യാപ്റ്റൻ കൂറോ ഈ തീരുമാനം എടുത്തത്. കൂറോ ജാങ്കോയെ വിളിച്ച് അവന്റെ പ്ലാൻ പറഞ്ഞു. എന്നിട്ട് ഇനി മുതൽ അവൻ ആ ഷിപ്പിന്റെ ക്യാപ്റ്റൻ ആവണമെന്നും പറഞ്ഞു. ശേഷം ഒരു ബോട്ട് എടുത്ത് ക്യാപ്റ്റൻ കൂറോ അവരെ അറ്റാക്ക് ചെയ്തുകൊണ്ടിരുന്ന നേവി ഷിപ്പിലേക്ക് കയറി അതിലുണ്ടായിരുന്ന എല്ലാവരെയും കൊന്നു. പക്ഷെ ഒരാളെ മാത്രം ബാക്കി വെച്ചു. ഇതൊക്കെ ക്യാപ്റ്റൻ കൂറോയുടെ ഒരു പ്ലാനാണ്. എന്നിട്ട് ജാങ്കോയെ വിളിച്ചു വരുത്തി അവരുടെ ക്രൂവിലുള്ള ഒരാളെ ഹിപ്നോട്ടൈസ് ചെയ്ത് താനാണ് ക്യാപ്റ്റൻ കൂറോ, താനാണ് ക്യാപ്റ്റൻ കൂറോ എന്ന് പറഞ്ഞ് അയാളെ ഹിപ്നോട്ടൈസ് ചെയ്ത് അയാളെ തന്നെ ക്യാപ്റ്റൻ കൂറോ എന്ന് വിശ്വസിപ്പിച്ചു. ശേഷം ആ കൊല്ലാതെ വിട്ട നേവി സോൾജറിനെ പിടിച്ച് താനാണ് ക്യാപ്റ്റൻ കൂറോയെ പിടിച്ചത്, താനാണ് ക്യാപ്റ്റൻ കൂറോയെ പിടിച്ചത് എന്ന് പറഞ്ഞ് അയാളെയും ഹിപ്നോട്ടൈസ് ചെയ്ത് ആ നേവി കപ്പലിൽ കയറ്റി അയച്ചു. അങ്ങനെ ഈ കൊണ്ടുപോയ ആളെയാണ് അന്ന് ക്യാപ്റ്റൻ കൂറോയാണ് പറഞ്ഞ് കൊന്നുകളഞ്ഞത്. അങ്ങനെ ഈ ഒരു കാര്യം അവിടെ നിൽക്കുന്നവരോട് മുഴുവൻ ക്യാപ്റ്റൻ കൂറോ പറഞ്ഞു, സോറി ക്ലാഹഡോർ പറഞ്ഞു. എന്നിട്ട് ക്ലാഹഡോർ ലൂഫി അറ്റാക്ക് ചെയ്യാൻ വേണ്ടി ഓടി ചെല്ലുന്നത് കാണുന്ന ലൂഫി അവന് നേർക്ക് ഒരു പാറക്കഷ്ണം എടുത്ത് വെച്ചു കൊടുക്കുന്നു. അങ്ങനെ ലൂഫിയെ വെട്ടാവുന്ന ക്ലാഹഡോറിന്റെ കൈ അതിൽ കുടുങ്ങി. ശേഷം ലൂഫി ക്ലാഹഡോറിന്റെ ആ കയ്യിലെ ബ്ലേഡ് മുഴുവൻ പൊട്ടിച്ചു കളയാണ്. നീ ഈ കടലിൽ ഒരു പൈററ്റ് ആവാൻ യോഗ്യനല്ല എന്ന് പറഞ്ഞ് ലൂഫി ആ കല്ല് വെച്ച് ക്ലാഹഡോറിനെ അടിച്ച് താഴേക്കിട്ടു. ഇതേ സമയത്താണ് കായും ആ 3 കുട്ടികളും ജാങ്കോയുടെ കയ്യിൽ പെടാതെ ഓടുന്നത്. പുറകിലേക്ക് നോക്കുമ്പോൾ ജാങ്കോയെ കാണാനില്ല. അവന് വരില്ല എന്ന് കരുതി അവർ സന്തോഷിച്ചിരിക്കുമ്പോഴാണ് അവര് പോയ ഭാഗത്തെ മരങ്ങളൊക്കെ വെട്ടി താഴത്തേക്ക് ആരോ ഇടുന്നത്. അത് മറ്റാരുമല്ല, ജാങ്കോ അവന്റെ ബ്ലേഡ് കൊണ്ടാണ് അതൊക്കെ വെട്ടിയത്. ഇപ്പൊ തന്നെ മനസ്സിലാക്കാം ജാങ്കോയുടെ ബ്ലേഡിന് എത്രത്തോളം മൂർച്ചയുണ്ടെന്ന്. വീണ്ടും അവർ ജാങ്കോയെ പേടിച്ച് ഓടാൻ തുടങ്ങുമ്പോൾ കായ്ക്ക് പൊള്ളുന്ന പനി, അതുപോലെ അവർക്ക് ഓടാൻ കഴിയുന്നില്ല. ഇതേ സമയത്ത് വീണ് കിടക്കുന്ന ക്ലാഹഡോറിനെ എഴുന്നേൽപ്പിക്കാൻ വേണ്ടി അവന്റെ ആൾക്കാർ പറയും, ക്ലാസാൻ എഴുന്നേക്കട്ടെ, ക്ലാസാൻ എഴുന്നേക്കട്ടെ. മിണ്ടരുത്, ഒന്നും മിണ്ടിപ്പോരുത്. ഇനി നിങ്ങൾ എന്തൊക്കെ പറഞ്ഞിട്ടും കാര്യമില്ല, നിങ്ങളെയും ഞാൻ കൊല്ലും, ആ ജാങ്കോയെ ഞാൻ കൊല്ലും. അതിന്റെ കാരണം നേരത്തെ പറഞ്ഞ ആ 5 മിനിറ്റ് കഴിഞ്ഞിട്ട് ഒരുപാട് നേരമായി. ഇപ്പൊ ലൂഫിയെ വീണ്ടും ആക്രമിക്കാൻ വരുന്ന ക്ലാഹഡോറിനെ ലൂഫി അടിച്ചു തെറിപ്പിക്കുന്നു. പെട്ടെന്ന് ക്ലാഹഡോർ പുതിയ എന്തൊരു തരം ടെക്നിക്ക് ഉപയോഗിക്കാൻ വേണ്ടി ഒരു തരം പപ്പറ്റുകളെ പോലെ ആടാൻ തുടങ്ങി. അത് കാണുമ്പോൾ അവന്റെ ആൾക്കാർ വരെ പേടിച്ചു വരയ്ക്കുന്നുണ്ട്. പക്ഷെ ലൂഫിക്ക് ഇത് എന്താണെന്ന് അറിയില്ല. പെട്ടെന്ന് ക്ലാഹഡോർ ഒരു പർപ്പിൾ പുകയായിട്ട് മാറി അവന്റെ ക്രൂ മെമ്പേഴ്സിനൊക്കെ വെട്ടി താഴെ ഇടാൻ തുടങ്ങി. പേടി കാരണം ആർക്കും ഒന്ന് അനങ്ങാൻ പോലും കഴിഞ്ഞില്ല. കുറച്ച് വെട്ടൊക്കെ ലൂഫിക്കും കിട്ടുന്നുണ്ട്. ഈ
കാര്യങ്ങളൊക്കെ മുകളിൽ ഇരുന്നുകൊണ്ട് നമ്മുടെ നാമി അതിശയത്തോടെ നോക്കി കാണുന്നുണ്ട്. ഇങ്ങനെ ഇൻവിസിബിൾ ആയി നിൽക്കുന്ന ക്ലാഹഡോറിനെ കുറച്ചു നേരത്തെ പരിശ്രമത്തിന് ശേഷം ലൂഫി കണ്ടുപിടിച്ചു. ലൂഫി ക്ലാഹഡോറിനെ കറക്കിയെടുത്ത് നിലത്തേക്ക് ഒരു ഒറ്റയടി. പക്ഷേ അപ്പോഴും ലൂഫിക്ക് ക്ലാഹഡോറിനെ നിർത്താൻ കഴിഞ്ഞില്ല. ക്ലാഹഡോർ വീണ്ടും ഒരു പർപ്പിൾ പുകയായിട്ട് മാറി. ഇതേ സമയത്ത് കായെ പിടിക്കാൻ വരുന്ന ജാങ്കോയെ ആ 3 കുട്ടികൾ ചേർന്ന് അവരുടെ ചെറിയ പൊടിക്കൈകളൊക്കെ ഉപയോഗിച്ച് തടഞ്ഞു നിർത്താൻ നോക്കി. പക്ഷെ 3 ജാങ്കോ പിടിച്ച് കൊല്ലാൻ നോക്കുമ്പോൾ അവിടേക്ക് കായ വന്ന് അയാളുടെ കയ്യിലുള്ള ആ റിങ് പിടിച്ചു വാങ്ങി. നിങ്ങൾ ആ കുട്ടികളെ വെറുതെ വിടണം, നിങ്ങൾക്ക് വേണ്ട എന്താന്ന് വെച്ചാൽ ഞാൻ തരാം, ഞാൻ പറഞ്ഞത് നിങ്ങൾ അനുസരിച്ചിട്ടില്ലെങ്കിൽ ഞാൻ ഇവിടെ മരിച്ചു വീഴും എന്ന് കായ ജാങ്കോയോട് പറഞ്ഞു. ജാങ്കോയ്ക്ക് സത്യത്തിൽ കായയുടെ ഒപ്പാണ് വേണ്ടത്, അതിപ്പോ കിട്ടാൻ പോവാണ്. അങ്ങനെ കായയുടെ ഒപ്പ് കിട്ടി കഴിഞ്ഞപ്പോ ജാങ്കോയുടെ സ്വഭാവം മാറി. അവൻ അവന്റെ ബ്ലേഡ് കൊണ്ട് കായയെ കൊല്ലാൻ തുടങ്ങുമ്പോൾ ആ കുട്ടികളെല്ലാവരും നിലവിളിച്ചു. ഈ ശബ്ദം കേട്ട് സോറോയ്ക്കും ഊസോപ്പിനും അവരുടെ സ്ഥലം മനസ്സിലായി. ഇപ്പോ സോറോ കുറച്ച് ദൂരെയാണ്. സോറോ ഓടി വരുന്നത് ജാങ്കോ കണ്ടു. അതുകൊണ്ട് തന്നെ അവളെ പെട്ടെന്ന് കൊല്ലാൻ വേണ്ടി ജാങ്കോ ആ ബ്ലേഡ് അവൾക്ക് അടുത്തേക്ക് കൊണ്ടുവന്നു. ഇതേ സമയത്ത് തന്നെ ലൂഫിക്ക് ക്ലാഹഡോറിന്റെ കയ്യിൽ നിന്ന് ഒരുപാട് വെട്ട് കിട്ടുന്നുണ്ട്. ക്ലാഹഡോർ വീണ്ടും ലൂഫിയെ വെട്ടാൻ വേണ്ടി ഓടി വരുന്നുണ്ട്. പക്ഷെ ക്ലാഹഡോർ പോലും പ്രതീക്ഷിക്കാതെ ലൂഫി അവന്റെ കാല് പിടിച്ച് നിലത്തടിച്ചു. എന്നിട്ട് ക്ലാഹഡോറിന് അനങ്ങാൻ പോലും കഴിയാത്ത രീതിയിൽ ലൂഫി അവന്റെ ദേഹത്ത് ഒരു കയറ് പോലെ വലിഞ്ഞു മുറുകി. ഇതേ സമയത്ത് കായെ കൊല്ലാൻ പോകുന്ന ജാങ്കോയെ ആ 3 കുട്ടികൾ ചേർന്ന് മൺവെട്ടി കൊണ്ട് അവന്റെ ആസ്ഥാനത്തിനിട്ട് കുത്തി. ഇങ്ങനെ വേദന കൊണ്ട് പുളയുന്ന ജാങ്കോ ഒരു നിമിഷത്തേക്ക് മാറിപ്പോയി. ഈ സമയത്ത് ഓടി വരുന്ന സോറോ ഊസോപ്പിന് തടസ്സമായി നിൽക്കുന്ന ഒരു മരത്തിന്റെ ചില്ല വെട്ടിമാറ്റി. അങ്ങനെ ഊസോപ്പ് അവന്റെ സ്പെഷ്യൽ അറ്റാക്ക് ആയിട്ടുള്ള എക്സ്പ്ലോഡിംഗ് സ്റ്റാർ ഉപയോഗിച്ച് ജാങ്കോയെ ഷൂട്ട് ചെയ്ത് വീഴ്ത്തി. ഇതേ സമയത്ത് ക്ലാഹഡോർ ലൂഫി തോൽപ്പിക്കാനാവുമ്പോ ക്ലാഹഡോറിന്റെ പൈററ്റ്സിലെ ആൾക്കാർ മുഴുവൻ ലൂഫിക്ക് വേണ്ടി ജയ് വിളിക്കും. അത് കേട്ട് ലൂഫി എനിക്ക് വേണ്ടി ആരും ജയ് വിളിക്കണ്ട. എന്നിട്ട് ലൂഫി അവന്റെ തല കൊണ്ട് ക്ലാഹഡോറിനെ ഒറ്റയടിക്ക് നിലത്തേക്കിട്ടു. അതെ, ക്ലാഹഡോർ പരാജയപ്പെട്ടു. എത്രയോ നേവിയിലെ ആൾക്കാർ വന്നിട്ട് പോലും അദ്ദേഹത്തെ തോൽപ്പിക്കാൻ കഴിഞ്ഞിട്ടില്ല. എന്നിട്ട് ഈ ഒരു ചെറിയ പയ്യൻ അദ്ദേഹത്തെ തോൽപ്പിച്ചു. പറ, ആരാണ് നീ, എന്താ നിന്റെ പേര് എന്ന് ക്ലാഹഡോറിന്റെ ആൾക്കാർ ലൂഫിയോട് ചോദിക്കുമ്പോ ലൂഫി അവരോട് പറയും, എന്റെ പേര് മങ്കി ഡി ലൂഫി. ഈ പേര് ഞങ്ങൾ ഇതിനു മുമ്പ് കേട്ടിട്ടില്ലല്ലോ. പക്ഷേ ഇനി നിങ്ങൾ എന്റെ പേര് ജീവിതകാലം മുഴുവൻ ഓർത്തു വയ്ക്കും. കാരണം ഞാനാണ് കിങ് ഓഫ് ദ പൈററ്റ് ആവാൻ പോകുന്നവൻ. ഇതേ സമയത്ത് കുറെ ട്രഷറൊക്കെ കിട്ടിയില്ലെങ്കിലും അത്യാവശ്യം കുറച്ച് ട്രഷറൊക്കെ കിട്ടി നാമി ലൂഫിയുടെ അടുത്തേക്ക് വരുന്നു. എന്നാൽ നാമി എന്താണ് അവരങ്ങനെ തന്റെ ഫ്രണ്ട്സിനെ ഒരു മടിയും കൂടാതെയാണ് അവർ കൊല്ലാൻ നോക്കിയത്. ഒരിക്കലും ഒരു ഫ്രണ്ട് ഇങ്ങനെ ആവരുത്. ഇതേ സമയത്ത് ഊസോപ്പിനെ കാണിക്കുമ്പോൾ അവൻ പറയും, ഇന്ന് ഇവിടുന്ന് നടന്ന സംഭവങ്ങളൊന്നും നിങ്ങൾ വില്ലേജിലോ മറ്റാരോട് പോയി പറയരുത്. അതൊരു ചെറിയ സീക്രട്ട് ആയിരുന്നോട്ടെ. പക്ഷെ അതെങ്ങനെ ശരിയാവും? നമ്മുടെ ജീവൻ പണയം വെച്ചിട്ടാണ് നമ്മൾ ഇന്ന് അവരെ രക്ഷിച്ചത്. അത് അവരറിയണ്ടേ? ഇതൊക്കെ അവരറിയുമ്പോൾ ഊസോപ്പ് ഒരു ഹീറോയാണെന്ന് അവർ മനസ്സിലാക്കും എന്നിങ്ങനെ കുട്ടികൾ പറഞ്ഞപ്പോ അതിന്റെ കൂടെ കായും പറയും, അതെ അത് ശരിയാണ്. ഇല്ല കായ, അവരിതൊന്നും പ്രതീക്ഷിക്കാത്ത കാര്യങ്ങളാണ്. ഒരിക്കലും ഈ ഒരു ചെറിയ വില്ലേജിനെ പൈററ്റ്സ് അറ്റാക്ക് ചെയ്യില്ല എന്നൊക്കെയാണ് അവർ വിചാരിച്ചു വെച്ചിരിക്കുന്നത്. പക്ഷേ ഇവിടെ നടന്ന സത്യങ്ങളൊക്കെ അറിയുമ്പോൾ അവർക്കതൊരു ചെറിയ വേദനയാവും. അത് വേണ്ട, അവരോട് ഈ കാര്യങ്ങളൊന്നും പറയണ്ട. എന്നെ അവർ ആ പഴയ നുണയനായിട്ട് തന്നെ കണ്ടോട്ടെ. അപ്പൊ വില്ലേജിലെ എല്ലാവരും ആ നുണ പറയുന്ന ഊസോപ്പ് എവിടെ? അവനെ കാണാനില്ലല്ലോ, അവൻ എന്നും ഈ സമയത്താണല്ലോ വരുന്നത് എന്നൊക്കെ പറഞ്ഞ് സങ്കടത്തോടെ ഇരിക്കുകയാണ്. എത്രയൊക്കെ ആയാലും ഊസോപ്പ് പറയുന്ന ചെറിയ ചെറിയ കള്ളങ്ങളൊക്കെയാണ് അവർക്കിഷ്ടം. അവരും അതിൽ ചെറിയൊരു സന്തോഷം കണ്ടെത്തിയിരുന്നു എന്ന് വേണമെങ്കിൽ പറയാം. 5 വർഷങ്ങൾക്ക് മുമ്പ് നമ്മൾ ഇവിടെ വെച്ചാണ് ഊസോപ്പ് പൈററ്റ്സ് സ്റ്റാർട്ട് ചെയ്തത്. അന്ന് നിങ്ങൾക്ക് 4 വയസ്സേ ഉള്ളൂ. പക്ഷേ ഇന്ന് നിങ്ങൾ എന്നെ ഞെട്ടിച്ചു കളഞ്ഞു. ഒരു പേടിയും കൂടാതെ മരണത്തെ ഭയക്കാതെ നിങ്ങൾ കായയെ രക്ഷിച്ചു. ഊസോപ്പ് പൈററ്റ്സ്, ഐ എം പ്രൗഡ് ഓഫ് യു. പക്ഷേ ഇത് പെട്ടെന്നാണെന്ന് എനിക്കറിയാം. ഞാൻ കടലിലേക്ക് യാത്ര ചെയ്യാൻ തീരുമാനിച്ചു. ഇനിയും കുറെ കാലം എനിക്കിവിടെ ജീവിക്കാൻ കഴിയില്ല. ഈ നീണ്ടു നിറഞ്ഞു കിടക്കുന്ന കടൽ എനിക്ക് കാണണം. ഒരു പൈററ്റായി മാറണം. ക്യാപ്റ്റൻ, ഇതൊരു കള്ളമല്ല നിങ്ങൾ പറയുന്നത്. നിങ്ങളില്ലാതെ എങ്ങനെയാണ് ഈ ഊസോപ്പ് പൈററ്റ് മുന്നോട്ട് പോവുക? നിങ്ങൾ 3 പേരും വില്ലേജിൽ പോയി പറയണം ഊസോപ്പിനി ഇങ്ങോട്ട് വരില്ല എന്ന്. എന്നിട്ട് ഊസോപ്പ് തന്റെ നെഞ്ചു പൊട്ടുന്ന വേദനയിൽ പറയും, ഇന്നു മുതൽ ഊസോപ്പ് പൈററ്റ്സ് ഇനിയില്ല. ഊസോപ്പ് പൈററ്റ്സ് ഞാൻ ഇന്നു മുതൽ ഡിസ്ബാൻഡ് ചെയ്യുന്നു. ഇതേ സമയത്ത് ഭക്ഷണമൊക്കെ കഴിച്ചുകൊണ്ടിരിക്കുന്ന ലൂഫിയുടെ അടുത്തേക്ക് കായ വന്നിട്ട് പറയും, നിങ്ങൾ ഇന്ന് ചെയ്തു തന്ന സഹായത്തിന് ഒരുപാട് നന്ദി. അതിന് പകരമായിട്ട് ഞാനൊരു ചെറിയ സമ്മാനം നിങ്ങൾക്ക് തരാം. അതൊരിക്കലും വേണ്ട എന്ന് പറയരുത്. അതൊരു പഴയ മോഡൽ കപ്പലായിരുന്നു. പക്ഷെ ഇപ്പോഴും വർക്കിംഗ് ആണ്. ആ കപ്പൽ ഡിസൈൻ ചെയ്തത് മേരി ആയതുകൊണ്ട് ആ കപ്പലിന്റെ പേരും ഗോയിങ് മേരി എന്നാണ്. ഇത് കാണുമ്പോൾ അവർക്ക് എല്ലാവർക്കും സന്തോഷമായി. ഇങ്ങനെ ഇരിക്കുമ്പോഴാണ് ഊസോപ്പ് അവന്റെ സാധനങ്ങളൊക്കെ ഒരു ബാഗിലാക്കി അവിടേക്ക് വന്നത്. അവിടേക്ക് എത്തിയ ഊസോപ്പ് കായയോട് യാത്ര പറഞ്ഞു. അവളോട് പ്രത്യേകിച്ചൊന്ന് പറഞ്ഞത് അവനെ തടയരുതെന്നാണ്. അതുപോലെ തന്നെ ഊസോപ്പ് ലൂഫിയോട് യാത്ര പറഞ്ഞു. അത് കേട്ട് സോറോ പറയും, എന്തൊക്കെയാണ് ഈ പറയുന്നേ? മര്യാദയ്ക്ക് വണ്ടിയിൽ വന്ന് കയറ്. അത് തന്നെ, നമ്മൾ ഫ്രണ്ട്സ് അല്ലേ, അതുകൊണ്ട് വേഗം വന്ന് കയറ് എന്ന് ലൂഫിയും പറയും. അത് കേൾക്കുന്ന ഊസോപ്പിനും എന്തോ പോലെയായിട്ട് അങ്ങനെ ഞാനൊരു ക്യാപ്റ്റൻ ആയെന്നും പറഞ്ഞ് യൂസഫ് വിളിച്ചു കൂവി. എടാ ഊസോപ്പ് മണ്ട, ഞാനാണ് ഇതിൽ ക്യാപ്റ്റൻ എന്ന് ലൂഫിയും തിരിച്ചു പറഞ്ഞു. അങ്ങനെ എല്ലാവരും സന്തോഷത്തോടു കൂടി തന്നെ ഗോയിങ് മേരിയിൽ യാത്ര തുടങ്ങി. ഊസൂപ്പ് പോയതിന്റെ സങ്കടത്തിലിരിക്കുന്ന കായയുടെ അടുത്തേക്ക് മേരി വന്നിട്ട് പറയും, മിസ് കായ, എന്നോട് പണ്ടൊരാളൊരു കഥ പറഞ്ഞു തന്നിരുന്നു. അത് നിങ്ങളുടെ സുഹൃത്ത് ഊസോപ്പ്
ഊസോപ്പിന്റെ കഥയാണ്. ഊസോപ്പിന്റെ അമ്മയ്ക്ക് സുഖമില്ലാതിരുന്ന സമയത്താണ് ഊസോപ്പ് ആദ്യമായിട്ട് പൈററ്റ്സ് വരുന്നതെന്ന് പറഞ്ഞ് അവിടേക്ക് ഓടിച്ചെന്നത്. അത് അവന്റെ അമ്മയെ പേടിപ്പിക്കാൻ വേണ്ടിയായിരുന്നില്ല, അതിനു പകരം അവന്റെ അച്ഛൻ വരുന്നുവെന്ന് അവന്റെ അമ്മയെ അറിയിക്കാൻ വേണ്ടിയാണ്. അതിന് അവന്റെ അമ്മ പറഞ്ഞത്, ഊസോപ്പ് നിന്റെ അച്ഛൻ ഒരിക്കലും വരാൻ പോകുന്നില്ല, പക്ഷേ നിന്റെ അച്ഛനെ ഞാൻ ഒരിക്കലും വെറുക്കില്ല, കാരണം അദ്ദേഹത്തെ വിവാഹം കഴിച്ചതിൽ എനിക്ക് ഒരുപാട് അഭിമാനമുണ്ട്. പിന്നീട് അവന്റെ അമ്മ മരിച്ചതിന് ശേഷവും അവൻ അങ്ങനെ പറഞ്ഞുകൊണ്ടേയിരുന്നു. ഒരിക്കലും അവൻ ഒറ്റപ്പെടാതിരിക്കാൻ വേണ്ടിയാണ് അവൻ ഇങ്ങനെ ചെയ്തുകൊണ്ടിരുന്നത്. ഇതൊക്കെ കേട്ട് കഴിയുമ്പോൾ കായയ്ക്ക് വല്ലാത്തൊരു സന്തോഷം വന്നു. അവളോട് മേരി പറഞ്ഞു, മിസ് കായ, ഊസോപ്പിനെ പോലെ നിങ്ങളും വലുതാവണം, അവനെ പോലെ നിങ്ങളും മെന്റലി സ്ട്രോങ് ആവണം. അതേ മേരി, ഞാനൊരു ഡോക്ടറാവും, എനിക്ക് ഇവിടുത്തെ ആൾക്കാരെ ചികിത്സിക്കണം എന്ന് കായ പറഞ്ഞു. ഇതുപോലെ ഊസോപ്പ് പൈററ്റ്സിലെ ആ 3 സോൾജേഴ്സ് ഊസോപ്പിനെ പോലെ തന്നെയാണ് ആവാൻ തീരുമാനിച്ചത്. അവരും പൈററ്റ്സ് വരുന്നതെന്ന് പറഞ്ഞ് നാട്ടിലേക്ക് ഓടിപ്പോകുന്നു. അങ്ങനെ എല്ലാവരുടെയും ലക്ഷ്യവും അവരുടെ മുന്നോട്ടേക്കുള്ള യാത്രയും കാണിച്ചുകൊണ്ട് ഈ സിറപ്പ് വില്ലേജ് ഇവിടെ വെച്ച് അവസാനിക്കുന്നു. ഇനി അടുത്തതായിട്ട് ചെയ്യാൻ പോകുന്നത് ബറാട്ടി ആർക്കാണ്. 19 മുതൽ 30 വരെയാണ് ഇതിലെ എപ്പിസോഡുകൾ. പിന്നെ ഇതിന്റെ ഇടയിലുള്ള 18ാമത്തെ എപ്പിസോഡ് അത് ഫില്ലർ ആർക്കാണ്, അത് നമ്മൾ ചെയ്യുന്നില്ല. സോ നിങ്ങൾക്ക് ഇന്നത്തെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യൂ, അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യൂ. പിന്നെ വീഡിയോ പറ്റി എന്തെങ്കിലും കാര്യങ്ങൾ തോന്നിയിട്ടുണ്ടെങ്കിൽ, നിങ്ങൾക്ക് സംശയങ്ങളോ കാര്യങ്ങളോ മറ്റെന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് കമന്റ് ആയിട്ട് അറിയിക്കാം. എന്നാൽ അടുത്തൊരു വീഡിയോയുമായി കാണുന്നത് വരെ അനിമേ ലവേഴ്സ്, ഇറ്റ്സ് മീ അനിമോ.